ഹായ്. ഓം നമ ശിവായ എന്നൊരു തവണയെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ശിവനെ വണങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ രമണ മഹർഷി ഇത് പറഞ്ഞ ആളുണ്ടായിരുന്നു. നമ ശിവായ. ഇപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവപ്രകാശ പിള്ളയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ശിവപ്രകാശ പിള്ളയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇത് മറ്റേ ശുദ്ധബോധവും അത്ഭുതങ്ങളും എന്നുള്ള സീരീസിൻ്റെ 3-ാം ഭാഗമാണ്. മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഓബിയസ്ലി 3-ാം ഭാഗത്തിൽ ശിവപ്രകാശം പിള്ളയെ പറ്റി പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ആര് എന്ന് പറയുന്ന മെഡിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഈ ഞാൻ ആര് എന്ന് പറയുന്ന ഈ ഒരു ധ്യാനം അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ ഈ ഒരു റിഡിൽ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഒരു വ്യക്തിയാണ്. ശിവപ്രകാശൻ പിള്ള എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന മദ്രാസിൽ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം യാദർശികമായി തിരുവണ്ണാമലയിലേക്ക് വരികയും അവിടെ ശുദ്ധബോധമായി വിളങ്ങി നിൽക്കുന്ന സാക്ഷാൽ ശ്രീ രമണ ഭഗവാനെ കണ്ട് അന്തം വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അത് രമണ മഹർഷിയുടെ ആദ്യകാലത്താണ്. അപ്പോൾ ഈ ശിവപ്രകാശം പിള്ള ആക്ച്വലി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അദ്ദേഹം ഇങ്ങനെ രമണ മഹർഷിയുടെ ചുറ്റിനും ഇങ്ങനെയൊക്കെ കറങ്ങിയൊക്കെ നടന്നു. അപ്പോൾ രമണ മഹർഷി ആ സമയത്ത് സൈലൻസിലാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് അത്. അദ്ദേഹം ഈ സമാധി അവസ്ഥയിൽ എത്തിയെങ്കിലും ആ അവസ്ഥ സ്റ്റേബിൾ ആവാതെ നിൽക്കുന്നൊരു കാലഘട്ടം. അതായത് ശരീരം പോലും താങ്ങാത്തൊരു ലെവലിൽ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് രമണ മഹർഷി ആരോടും അങ്ങനെ അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഇരിക്കെ ശിവപ്രകാശം പിള്ള കുറേ നേരം രമണ മഹർഷിയുടെ അടുത്ത് പോയി ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സ്പിരിച്വൽ വൈബ് അവരുടെ ഇടയിൽ ഫീൽ ചെയ്തു. അപ്പോൾ താൻ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു തരുമെന്ന് ശിവപ്രകാശം പിള്ളയ്ക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം രമണ മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു, ശുദ്ധബോധാവസ്ഥയിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു മെത്തേഡാണ് ഹൂ ആം ഐ എന്ന് പറയുന്നത്. ഞാൻ ആര് എന്നുള്ള ആത്മവിചാരത്തിൻ്റെ വഴി. അദ്ദേഹം അത് ചോദിച്ച ചോദ്യത്തിനെല്ലാം മറുപടിയായിട്ട് താഴെ മണ്ണിലിങ്ങനെ എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതെല്ലാം ശിവപ്രകാശം പിള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പേപ്പറിൽ എഴുതിയെടുത്തുകൊണ്ട് പോയി. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം രമണ മഹർഷി പിന്നീട് വലിയ ഫേമസ് ഒക്കെ ആയി തുടങ്ങുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം രമണ മഹർഷിയുടെ ഒരു ജീവചരിത്രം അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ ബുക്കിന് ഒരു ചെറിയ ബുക്കാണത്. അതിൻ്റെ ഏറ്റവും അവസാനത്തിലൊരു എന്താ പറയുക, ഒരു ഇൻഡെക്സ് പോലെ അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് പോലെ അദ്ദേഹം ഞാൻ ആര് എന്ന് പറയുന്ന രമണ മഹർഷിയുടെ ബ്രഹ്മവിദ്യ എങ്ങനെ ചെയ്യാമെന്നൊരു ഗൈഡ് ലൈൻ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പലർക്കും വലിയ ഉപകാരപ്പെട്ടു. ഇത് രമണ മഹർഷി പിന്നീട് കാണുകയും അദ്ദേഹം ഇതിനകത്ത് ഈ ഒരു പോർഷൻ മാത്രം എടുത്ത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ശിവപ്രകാശം പിള്ള എഴുതിയെടുത്ത രീതിയൊക്കെ ഒന്ന് തിരുത്തി കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് രമണ മഹർഷിയുടെ എൻറ്റയർ കരിയറിൽ അദ്ദേഹം എഴുതിയ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഈ ഞാൻ ആര് എന്ന് പറയുന്ന ഒരൊറ്റ ബുക്കാണ്. അദ്ദേഹം അത് തിരുത്തി അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അന്ന് രമണാശ്രമം അന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞു. രമണാശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ അനിയനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അനിയനോട് ഇങ്ങനെ ചിന്നസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പബ്ലിഷ് ചെയ്യണം, ഇത് പറ്റുന്ന ഭാഷയിലെല്ലാം പരിവർത്തനം ചെയ്ത് പബ്ലിഷ് ചെയ്യണം, ഇത് ഇവിടെ വിൽക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ് വിൽക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. സോ പ്രിൻറ്റിംഗ് റേറ്റിനേക്കാളും താഴെ തുച്ഛമായ പൈസയ്ക്ക് അതവിടെ വിറ്റിരുന്നു. ഇപ്പോഴും രമണാശ്രമത്തിൽ അത് വിൽക്കുന്നുണ്ട്. ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷയിലൊക്കെ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ കിട്ടും. എനിക്കൊന്ന് വെറും 13 പേജുള്ളൊരു ബുക്കാണത്. അതിനകത്ത് എങ്ങനെയാണ് ഞാൻ ആര് എന്ന് പറയുന്ന ആത്മവിചാര ധ്യാനം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രമണ മഹർഷി തന്നെ അത് തിരുത്തി എഴുതി പെർഫെക്റ്റ് ചെയ്തൊരു സാധനമാണത്. ആ ബുക്ക് അവിടെ വന്നതിന് ശേഷം രമണ മഹർഷിയെ കാണാൻ ആര് വന്നാലും അദ്ദേഹം ഒരു സംശയം ഇങ്ങനെ ഞാൻ എങ്ങനെ ബോധോദയം നേടുന്നൊക്കെ ചോദിച്ചു വന്ന ആൾക്കാരോട് അദ്ദേഹം ആദ്യം പറയുന്നത് ഈ ബുക്ക് വായിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്തുണ്ട്. ഇതിന് നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിക്കണം, ഈ ശിവപ്രകാശം പിള്ള കാരണമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യത്തെ പറ്റി. ഈ ശിവപ്രകാശൻ പിള്ള ഈ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന് വേറെ ചില മിറാക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ആദ്യമായ രമണ മഹർഷിയെ കണ്ട നിമിഷത്തിലും പിന്നീട് പലതവണയും ഒരുപാട് മെറ്റാഫിസിക്കലായിട്ടുള്ള നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ആ അനുഭവങ്ങളൊക്കെ കവിതയായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലോ അല്ലാതെ ബുക്കായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നിങ്ങൾക്കത് മനസ്സിലാക്കാം അല്ലെങ്കിൽ അത് വായിക്കാം. അപ്പോൾ ഈ രമണ മഹർഷിയുടെ ചുറ്റിനും ഈ ആശ്രമവും ഭക്തന്മാരും ഒക്കെ ഇങ്ങനെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ ആദ്യം രമണ മഹർഷിയെ പൊക്കി ആദ്യം 1-2 പേരൊക്കെ എഴുതിയ പാരായണങ്ങളൊക്കെ അവിടെ ചൊല്ലുമായിരുന്നു. അത് ഓരോ ദിവസം കഴിയുന്നവരും ഓരോരുത്തർ എഴുതുന്നതും വലിയ ഇതൊക്കെ ആയിട്ട് വന്നു. ഇതിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വന്നു. എണ്ണം കൂടി വന്നിട്ട്
ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീരാൻ പറ്റാത്ത അത്രയായി. പിന്നെ ഈ ഒരു ലയൺസ്, അതായത് ഈ ഒരു രമണ മഹർഷിയെ പറ്റി ഉയർത്തി ഉയർത്തി പാടുന്ന പാട്ടുകളുടെ വരികൾ അത് ഒരു സർക്കുലർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 3 ആഴ്ചയൊക്കെ എടുക്കും. അതായത് ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ എൻഡ് വരെ പാടി തീരാൻ വേണ്ടി 3 ആഴ്ച എടുക്കും. പിന്നെ വേണം വീണ്ടും ഒന്നേന്ന് ഈ സർക്കിൾ കറങ്ങി വരാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് അത് ഒഴിവാക്കി അതിൽ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് വളരെ ചെറിയൊരു ലെവൽ ഓഫ് കാര്യങ്ങളാണ് അവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്തും ഈ ശിവപ്രകാശൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ചില വരികൾ മസ്റ്റായിട്ട് ഇവിടെ പാടിയിരിക്കണം എന്ന് രമണ മഹർഷി നിർബന്ധം പിടിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അതവിടെ ചൊല്ലാറുണ്ട്. ഈ ശിവപ്രകാശൻ പിള്ളയുടെ എഴുത്തുകളെ പലർക്കും ഭയങ്കര പുച്ഛമായിരുന്നു. അതിന് പ്രധാന കാരണം ഈ ശിവപ്രകാശൻ പിള്ള എഴുതുന്ന കവിതകളിലെല്ലാം ഞാനൊരു മണ്ടനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ശരിക്കും ഒരു നായയാണ് എന്ന് അദ്ദേഹം റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അതായത് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചു, ഞാൻ ഒന്നും അച്ചീവ് ചെയ്തില്ല, ഇത്രയും വലിയ മഹാത്മാവ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നിട്ട് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയില്ല, എനിക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അച്ചീവ് ചെയ്യാനോ സാധിച്ചില്ല, ഞാൻ എന്തൊരു വിഡ്ഢിയാണ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ഞാനെന്നും ഭഗവാന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു നായ മാത്രമാണെന്ന് അദ്ദേഹം റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആൾക്കാരോട് പോലും അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തെ സ്വയം അഭിസംബോധന ചെയ്യുന്നത് ഈ നായ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറയാം ഈ നായയെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കണ്ട് ഭഗവാനോട് പറഞ്ഞ ആൾക്കാരുണ്ടോ ഇത്രയും കാലമായിട്ട് ഇയാൾക്കൊന്നും മനസ്സിലായില്ല, അയാൾ ഇപ്പോഴും ഒരു നായയുടെ ലെവലിലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരിക്കൽ പറഞ്ഞ ഒരാളോട് രമണ മഹർഷി ദേഷ്യപ്പെട്ടു എന്നൊരു കഥയുണ്ട്. അത് നിനക്ക് അയാളെ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ജ്ഞാനം മനസ്സിലാക്കാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടാണെന്ന് അദ്ദേഹം വളരെ കണിശമായി പറഞ്ഞതായി എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശിവപ്രകാശൻ പിള്ളയുടെ ഒരുപാട് മെറ്റാഫിസിക്കൽ എക്സ്പീരിയൻസുകളൊന്നും ഞാൻ അവിടെ പറയുന്നില്ല, ചില കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ശിവപ്രകാശൻ പിള്ള ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിലും അല്ലാത്ത ലൈഫിലേക്ക് ലൗകിക ജീവിതവും അതിനപ്പുറത്തേക്കുള്ള ആത്മീയ ജീവിതമായിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അദ്ദേഹം ചില സമയത്ത് വീട്ടുകാര്യങ്ങളിൽ കൺസേൺ ഉണ്ടാവും, ചില സമയത്തൊന്നും വേണ്ട ആത്മീയത മതി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ അദ്ദേഹത്തിന് വളരെ അദ്ദേഹം ആദ്യകാലത്ത് മാരീഡ് ആയിരുന്നോ അതോ ഡിവോഴ്സ്ഡ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു 40-50 വയസ്സ് സമയത്ത് വളരെ പ്രായം കുറഞ്ഞൊരു സ്ത്രീയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തെ വല്ലാതെ കൺഫ്യൂസ് ചെയ്തിരുന്നൊരു കാര്യമാണ്. അദ്ദേഹം അതിൻ്റെ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞിരുന്നതായിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനൊന്നും ഭഗവാൻ പറയാതെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചിരിയിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായ ഉത്തരം കിട്ടി എന്നാണ് പറയുന്നത്. പിന്നീട് പോകെ പോകെ ശരിക്കും ലോയൽറ്റിയുള്ള സ്വസ്ഥാവസ്ഥയിലിരിക്കുന്ന ഒരു നായയെപ്പോലെ രമണാശ്രമത്തിൻ്റെ വരാന്തകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പലരും അന്ന് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയില്ല. പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടു പോയി. രമണ മഹർഷി ജീവിച്ചിരിക്കുന്ന കാലത്താണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹം രമണ മഹർഷിയേക്കാൾ വളരെ പ്രായം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആ വാർത്ത വന്ന് രമണ മഹർഷിയോട് ഒരാൾ പറയുകയുണ്ടായി. പറഞ്ഞപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഓ ശിവപ്രകാശം ഇപ്പോൾ ശിവനോട് പ്രകാശമായിട്ടാർ എന്ന് പറഞ്ഞു. അതായത് ശിവപ്രകാശൻ പിള്ള ഇപ്പോൾ ശിവൻ്റെ പ്രകാശമായി മാറിയെന്ന് പറഞ്ഞു. ഇത് കേട്ടിരുന്ന ആൾക്കാരുടെ ഉള്ളിലൂടെ ഒരു ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെയാണ് ഈ വാചകം പാസ് ചെയ്ത് പോയത്. നമ്മൾ ഇതുപോലെ സ്വയം നായയാണ് എന്ന് കണക്കാക്കി അവിടെ കലഞ്ഞിരുന്നൊരു മനുഷ്യൻ്റെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്തായിരുന്നു എന്ന് പലരെയും ഞെട്ടിച്ച വാക്കുകളായിരുന്നു. ശിവപ്രകാശം ശിവനോട് പ്രകാശമായിട്ടാർ എന്ന് ഭഗവാൻ പറഞ്ഞ കേട്ട പലരും കോരിത്തരിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ. അതിന് കാരണം ഈ ശിവപ്രകാശൻ പിള്ള ശരിക്കും ശിവനായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലരും അവിടെ വലിയ നിത്യാഭ്യാസികളാണ്, ഞാൻ ആത്മവിചാരത്തിന് അങ്ങേയറ്റം എത്തി, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചവരാരും അതിൻ്റെ ഏഴലത്തെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഒരു നായയെപ്പോലെ സ്വയം കണ്ട് ഒരു നായയെപ്പോലെ രമണാശ്രമത്തിൻ്റെ പരിസരത്തൊക്കെ കറങ്ങി നടന്ന് പലപ്പോഴും അങ്ങനെ ബിഹേവ് ചെയ്തിരുന്ന ശിവപ്രകാശൻ പിള്ള ശരിക്കും ശിവൻ്റെ പ്രകാശമായി മാറുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഷ്യസ് ലെവലിൽ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ തവണ അദ്ദേഹത്തിനെ സ്വയം ഒരു നായയായിട്ട് കണക്കാക്കുമ്പോൾ, ഞാനൊന്നുമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ ശരിക്കും സറണ്ടറാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശരണാഗതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഭാവം സ്ലോലി ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റയർലി ഡിമിനിഷ് ആവുന്ന മൊമെൻറ്റിലാണ്, ആ മൊമെൻറ്റിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരവും വിട്ടുപോയത്. ശരിക്കും അദ്ദേഹം ശിവൻ്റെ പ്രകാശമായി മാറി, ശരിക്കും പറഞ്ഞാൽ ശുദ്ധബോധമായിട്ട് മാറി. അതും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം വിടുന്ന അതേ നിമിഷം ശുദ്ധബോധാവസ്ഥയിൽ എത്തുന്നവർക്കാണ് മഹാഭാഗ്യമുള്ളതെന്ന് പറയും. കാരണം അവർക്ക് പിന്നെ ശരീരത്തിൻ്റെ കർമ്മ തുടർച്ച പോലും ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ശരീരം എന്ന് പറയുന്നത് ശുദ്ധബോധാവസ്ഥയിൽ എത്തിയവർക്ക് ശരീരം ഒരു ബാധ്യതയാണ്.
രമണ മഹർഷി തന്നെ പറയുന്നുണ്ട്, ഈ ശരീരം കൂടെ പോയി കഴിഞ്ഞാൽ ഈ ശരീരം ഒരു ജയിലാണ്, ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥാവസ്ഥ മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവപ്രകാശം പിള്ളയ്ക്ക് ശരീരം പോയ അതേ നിമിഷം അദ്ദേഹം ശിവൻ്റെ പ്രകാശമായി കഴിഞ്ഞു. ശിവൻ്റെ ദിവ്യത്വം അദ്ദേഹത്തിൽ കണ്ടു കഴിഞ്ഞു. ഈ ശിവപ്രകാശം പിള്ള സ്വയം ഒരു നായയായി തന്നെ ഓമിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും വിശ്രാന്തിയിലുള്ള ഒരു നായക്കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ശിവപ്രകാശം പിള്ളയുടെ കഥ ഓർമ്മ വരും. ഒരു വിശ്രാന്തിയിലിരിക്കുന്ന അല്ലെങ്കിൽ ശുദ്ധബോധാവസ്ഥയുടെ അടുത്തിരിക്കുന്ന, ഇതെപ്പോഴും മനുഷ്യർക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾക്ക് സാധിക്കും, സത്യമാണ്. ഇരിക്കുന്ന ഒരു നായക്കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ അത് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കഥ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. ആ കഥ നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ശിവൻ്റെ പ്രകാശം എന്താണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ശിവപ്രകാശം പിള്ളയുടെ കഥ ഒരു സാധാരണ മനുഷ്യൻ്റെ കഥയാണ്. ഒരു സാധാരണ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്ന, ജീവിതത്തിൽ ലൗകികതയാണോ വേണ്ടത്, ആത്മീയതയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇതാണോ ദൈവം എന്നെ പറഞ്ഞ് ശരി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം എല്ലാ മനുഷ്യർക്കുള്ള കൺഫ്യൂഷനാണ് അല്ലേ? ഈ കൺഫ്യൂഷനിലൂടെ കടന്നു പോകാത്ത ഏത് മനുഷ്യനാണ് ഭൂമിയിലുള്ളത്? സാധാരണ മനുഷ്യരായിട്ട് ജീവിച്ചവർക്കെല്ലാം ഉള്ള കൺഫ്യൂഷനാണ്. ജന്മനാ തന്നെ ആത്മീയതയുടെ ഉയർന്ന തലത്തിൽ വളർന്ന് മഹാത്മാവായി ജീവിച്ചു പോയ ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരല്ല ഇവിടെ ഭൂരിഭാഗം സാധാരണ മനുഷ്യരാണ്. അവർക്ക് ലൗകികമായിട്ടും ലൈംഗികപരമായിട്ടും ഒരുപാട് ചോദനകളൊക്കെ ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ തന്നെ സംശയമുണ്ട്, ഈശ്വര ദൈവത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം അന്വേഷിച്ച് പോകുന്ന ഞാൻ ഇതൊക്കെ ചെയ്യാമോ, ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാമോ, എനിക്ക് അറിയാതെ കാമത്തിൻ്റെ ചിന്തകളൊക്കെ വരുന്നതൊക്കെ ശരിയാണോ? ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥയാണല്ലേ. ഈ ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശിവൻ്റെ പ്രകാശമായി മാറാൻ ശരണാഗതി മാത്രം മതി എന്ന് പ്രൂവ് ചെയ്യുന്നൊരു കഥയാണ്. ഇതിനും അപ്പുറത്തേക്ക് ശിവപ്രകാശം പിള്ളയുടെ ജീവിതത്തിൽ ഒരുപാട് മിറാക്കിൾസൊക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹം രമണ മഹർഷിയെ പലപ്പോഴും 1000 സൂര്യനായിട്ടൊക്കെ കണ്ടതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ മെൻഷൻ ചെയ്ത് പോയാണ്. രമണ മഹർഷിയിൽ നോക്കിയിരുന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ഭയങ്കര എന്താ പറയുക, ഈ ഒരു സാധാരണ ഫിസിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കാഴ്ചകളെ പറ്റിയൊക്കെ അദ്ദേഹം ആ കവിതകളിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. എൻ്റെ പോയിൻ്റ് ഇതാണ്, എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ശിവൻ്റെ പ്രകാശമായി മാറാൻ ശിവപ്രകാശം പിള്ളയ്ക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. താങ്ക് യു.